Guys, guys, let's go. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ ഇനി പറയാൻ പോണ ക്യാരക്ടർ സാങ്കല്പികം മാത്രമാണ്. കൊച്ചിലെ നാളോട്ട് കൂടെ ഉണ്ടായിരുന്ന 2-3 ഹലോ ബ്രോ പറഞ്ഞോ. ഞാനിപ്പോഴും ലൈവിലാണല്ലോ മച്ചാനെ. എന്താ ബ്രോ കേട്ടില്ല? മണോളെ കേട്ടില്ല. ഞാൻ വിളിക്കുമ്പോ കാറിൽ ഇരുന്നിട്ടാണ് വിളിച്ചത്. ഇവര് ഓൾറെഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരിപ്പോ എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ബ്രോന്റെ അടുത്ത് വന്നിട്ട് മച്ചാനെ ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ? എന്താ ഇവര് സംസാരിക്കാൻ വരുവാണെന്ന് അല്ല മച്ചാ, ഇവര് സംസാരിക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ ബ്രോയുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്തവരല്ലേ. അമ്മമാരെന്നോട് പറഞ്ഞത് അമ്മമാരുടെ കയ്യിൽ പൈസ പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ വരാൻ. അവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നതെന്നാ പറഞ്ഞേ. അപ്പൊ ബ്രോ അമ്മമാരുടെ ഫോണിൽ 30 വട്ടം വിളിച്ച കോളിൽ അവൻ എന്നെ കാണിച്ചായിരുന്നു. ബ്രോ പോണ്ട അല്ല അപ്പൊ ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. അല്ല മനസ്സിലായി. നിങ്ങള് പോവാ പോയിട്ട് എന്ത് ചെയ്ത് എന്താ പറഞ്ഞോ. അപ്പൊ എന്ത് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് മച്ചാനെ ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ. ഞാൻ കുറെ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ. എനിക്ക് താല്പര്യമില്ല. നിങ്ങളെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ. എന്ത് മിസ്റ്റേക്ക്? ഞാൻ പറഞ്ഞ കണ്ടന്റ് എന്താ അറിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയിട്ട് സോൾവ് ചെയ്യാൻ ഓക്കെ, അത് അവിടെ സോൾവ് ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. ബ്രോ മണവാളം ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ബ്രോയുടെ ഡിസ്കോഡില് 3 വീഡിയോ ഉള്ളു. ഒന്ന് PSG-ലെ ആ വീഡിയോ, ഒന്ന് എന്റെ വീഡിയോ. അതിന്റെ താഴെ ചന്തി കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലായോ? ഈ 3 സാധനം ഉള്ളു അതിനകത്ത്. പകരം ഡിസ്കോഡ് ട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോഡ് അവരൊക്കെ ഡിസ്കോഡ് എടുത്ത് നോക്കി അതിനകത്ത് ആൾക്കാരിടുന്ന കാണാം. ഇത് 3 നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മച്ചാനെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും ബ്രോ. പ്ലീസ്. ബ്രോ ലൈവില് പറഞ്ഞത് ഞാൻ അവരെ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഒബ്വിയസ്ലി, പിന്നെ അല്ലാതെ. മച്ചാൻ എന്താ വിളിച്ചപ്പോ എന്നെ പറഞ്ഞത്? മച്ചാന്റെ അടുത്ത് എന്താ പറഞ്ഞേ? മച്ചാൻ പറഞ്ഞില്ലേ അവര് ചെയ്ത തെറ്റാണ്, അത് നമ്മൾ ക്ലിയർ ആക്കാണ്. ഞാൻ വിളിക്കണ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. ഇൻഫാക്ട് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഇവര് പറയുന്നത് ഇതിന്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട്, തിരിച്ചിട്ട് വിളിക്കണം. അന്നാ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രോയോട്? ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അവരെന്നോട് പറഞ്ഞിട്ട് പോയല്ലോ ഇവര് ആ വീഡിയോ, അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിൽക്കുവാണ്. അന്നേരം മണവാളിന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ആ സാധനം എന്താ അറിയോ? ഞാൻ പറഞ്ഞു അവന്റെ ചാനൽ ഇട്ടോളാ പറഞ്ഞു. അയ്യോ അന്നേരം എന്താ ബ്രോ പറയാൻ? നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്. ഉച്ചക്ക് സോൾവ് ആക്കിയതാ പറഞ്ഞു. പക്ഷെ എന്റെ തന്തക്ക് വിളി കേട്ടിട്ട് പിന്നെ എന്ത് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ പറഞ്ഞു. ശരി, അതിന് ഞാൻ അതിന് കൂട്ടിരിക്കില്ല ബ്രോ. അവരിപ്പോഴും പറയണത് നമ്മൾ സോൾവ് ആക്കിയ കാര്യം അവരോട് ബ്രോ പറഞ്ഞിട്ടില്ല. ഞാൻ സോൾവ് ആക്കിയ കാര്യമാണ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പൊ ഇത് കേട്ടിട്ടില്ല. ഇത് നിങ്ങൾ പറഞ്ഞ റിയാക്ഷൻ ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറയുന്നത്. ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറഞ്ഞു. മച്ചാനെ എനിക്ക് ഇതില് ജീവിതം കളയാൻ വയ്യ മച്ചാനെ, സീരിയസ് ആയിട്ട് പ്ലീസ്. എനിക്ക് ഇതില് ജീവിക്കേണ്ട ആവശ്യം ഇല്ല മച്ചാനെ. എനിക്ക് ഇതിന്റെ ഈ ജീവിതം യൂസ് ചെയ്ത് ബ്രോയുടെ കൂട്ടുകാരോട് സംസാരിക്കും. അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു. മണവാള വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ശരി കട്ട് ചെയ്. ഓരോ വേണ്ട എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ പുറത്ത് എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യമില്ല.
ഇവരുടെ എം സ്കോഡോ മറ്റേ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണേൽ ചെയ്തോട്ടെ. എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല. ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എൻ്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ചിവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണം കാരണമെന്ന് ഞാൻ പറയത്തില്ല, ഇവൻ കാരണം 2 പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ സീൻസാ. മനസ്സിലായോ? ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഗൈസ്. ഇന്ന് ഇവിടെ 23,000 പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതെൻ്റെ വ്യൂവേഴ്സ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് ഈ വ്യൂവർഷിപ്പ് വേണ്ട, എനിക്ക് വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ 4 മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു. 4 മണി വരെ ലൈവിൽ എനിക്ക് ആ സമയത്ത് ലൈവിൽ കാണാൻ ഒരു 2,000-3,000 പേരുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഓഡിയൻസ്. മനസ്സിലായി? എനിക്ക് അത് മതി. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആൾ കൂടുമ്പോൾ പൈസയൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് ഇതിൽ പൈസയ്ക്ക് മറ്റേ സമാധാനമുള്ളൊരു പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതല്ല ഇത്. അതുകൊണ്ട് എനിക്ക് ഡെയിലി ഇതിടാൻ വയ്യ. അവിടുന്ന് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്, അവന്മാരുടെ വീട് തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എൻ്റെ വീട് വരെ വരാൻ മിനിമം ഒരു 7 to 8 hours ഡ്രൈവ് ഉണ്ടാവും. അവർ ഉച്ച തൊട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ അവിടെ ഇൻകം ടാക്സ് ഓഫീസിലായതുകൊണ്ട് എനിക്ക് വരാൻ ഞാൻ നല്ല ലേറ്റായി. ഞാൻ ഇവിടെ വന്ന് ഇവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നതുകൊണ്ട് ഇത്രയും സമയം അതിൽ ലേറ്റ് ആയതിൽ എൻ്റെ ഭാഗത്തൊരിതുണ്ട്. അപ്പോൾ അത്രയും ദൂരം എന്നെ കാണാൻ വന്ന ഒരാൾക്കാരെന്നുള്ള രീതിയിൽ എനിക്കിത് പറയണം. ഇത് ആഗോള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കൊന്നും അല്ല. മനസ്സിലായ? ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്കിത് കാണുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്കിങ്ങനത്തെ വലിയ നമ്മളെ മാത്രം പൊക്കിയടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂവിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു ഗെയിമിംഗ് രീതിയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഒരു ട്രോഫിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ഇടുമ്പോഴും നിങ്ങൾ ഇതാക്കുമ്പോഴും എനിക്ക് ആ സന്തോഷം വേറെയാണ്. അതല്ലല്ലോ ഇത്. ഈ കോൺട്രവേഴ്സി എന്ന് പറയുന്ന സാധനം എനിക്ക് ഡെയിലി ഇരുന്ന് ഇന്നലെ നമ്മളെല്ലാം നിർത്തി നമ്മുടെ കാര്യം നോക്കി വന്നതാണ്. അപ്പം ഇത് വീണ്ടും ഇങ്ങനെ വന്നത് ആ പിള്ളേർക്ക് പറയാനുള്ള കാര്യം എനിക്ക് കേൾക്കണം ഇതാക്കണം തോന്നി. ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ മാറ്റി പറയാത്തില്ല. ഇനി ആര് വന്നാലും, ഇനിയിപ്പം ബോക്സിങ്ങിന് നാളെ ഇവിടെ ആൾ വന്നാലും ഞാൻ ഇത് മാറ്റി പറയാറില്ല. പക്ഷേ ഇന്ന് അവൻ വന്ന് അവൻ്റെ കാര്യം എൻ്റെ ക്ലിയറായിട്ട് പറഞ്ഞപ്പം പബ്ലിക്കായിട്ട് തന്നെ അവൻ എന്നെ തെറി പറഞ്ഞാൽ അവൻ്റെ അടുത്ത് സോറി 100 വട്ടം ഇപ്പോൾ പറഞ്ഞു വരുന്ന വഴിക്ക്. അപ്പം ഒരു വട്ടമെങ്കിലും ഞാൻ തിരിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവൻ്റെ അടുത്തും സോറി പറഞ്ഞ് ഞാനിത് ഒഴിവാക്കുക. ബാക്കിയൊക്കെ ഇവന്മാരുടെ സ്ക്രിപ്റ്റും ഇതുമാണ്. മനസ്സിലായോ? ഇത് വിശ്വസിച്ച് ഗൈസ്, ഇത് സ്ട്രീമിങ് ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവന്മാർ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി തെറി വിളിക്കാനും തിരിച്ച് ഇവിടെ വരാനും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പോയി ലോകത്ത് ആർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം നിങ്ങളുടെയാണ്. ഇപ്പോഴും പറയാം, കോൺട്രവേഴ്സിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന എല്ലാവരോടും പറയാൻ പോകുന്ന കാര്യം അതാണ്. ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് നിങ്ങളുടെ വിലയേറിയ സമയം വേസ്റ്റ് ചെയ്യാണ് വെറുതെ ഇങ്ങനത്തെ ഇഷ്യൂവിൽ വേണ്ടിയിട്ട്. ഇവിടെ ഗെയിമിംഗ് ലൈവും ബാക്കി കാര്യങ്ങളും ബാക്കി നമ്മുടെ ഡിസ്കോ ട്രോൾസും എൻ്റർടൈൻമെൻറ്റിന് കാണാൻ വരുന്നവരോട് റെസ്പെക്റ്റ് മാത്രം. കോൺട്രവേഴ്സിക്ക് വേണ്ടി മൊബൈലില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാൻ പറയാം. അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തോന്നാം, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം ഗൈസ്, ഇതൊക്കെ വെറും സ്ക്രിപ്റ്റഡ് ഷീറ്റ്സ് ആണ്. മനസ്സിലായോ? അതായത് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നേരെ RP കയറും, കണ്ടന്റ് കൂടെ പോവും, അല്ലെങ്കിൽ ഈ പറയണത് പോലെ എന്തെങ്കിലും ഗെയിംസ് കളിക്കുക. ഇത്രേ ഉള്ളൂ എൻ്റെ സ്ട്രീമിംഗ് പാറ്റേൺ. ഈ സ്ക്രിപ്റ്റഡ് സ്ട്രീം ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയണത്. ചെയ്യുന്നതിനൊരു ബേസിക് എത്തിക്സ് ഉണ്ട്, ബേസിക് ഒരു ന്യായമുണ്ട്. അത് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രമുഖ 2 ഫൈറ്റ് എന്ന് പറയുന്ന 2 ഗ്യാങ്സ് ഉണ്ടല്ലോ, അപ്പുറം ഇപ്പുറം നിന്ന് ചീത്ത വിളിക്കണത്, അതാണ് ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 സ്ക്രിപ്റ്റഡ് ഷീറ്റ്. പറയാതിരിക്കാൻ വയ്യ. ഇത് ലൈവിൽ വന്ന് പറയാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ കൂട്ടത്തിലുള്ളവന്മാർ തന്നെ. അതാണ് അതിനേക്കാൾ വലിയ കോമഡി ഗൈസ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇവരൊക്കെ പറയണത് മറ്റേ ഒറ്റയ്ക്ക് ഇരുന്ന് ലൈവ് ചെയ്യണത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വേറെ കുറച്ച് പേര് പറയാനുണ്ട്. ബ്രോ, എൻ്റെ കൂടെ കളിക്കുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുറ്റും നിർത്തിയാൽ ഈ ഒരു ഫേസ് ക്യാം തികയത്തില്ല. 40 പേരെ കൊണ്ട് നിർത്താൻ പറ്റുമോ ഇതിൻ്റെ ചുറ്റും? അപ്പം 4 പേരെ പോറ്റുന്നതും 40 പേരെ പോറ്റുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് മച്ചാനെ. അപ്പം കൂടെ നിൽക്കുന്നവരെ വളർത്തില്ലെന്ന് പറയണതിലൊന്നും എനിക്ക് ഇതൊന്നുമല്ല. ഒറ്റയ്ക്ക് മാത്രമൊന്നുമല്ല, എൻ്റെ കൂടെ ഒരുപാട് പിള്ളേരുണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. മനസ്സിലായോ? അതായത് എൻ്റെ ഈ TV എന്ന് പറയണത്, ഇവിടെ ഗെയിം കാണുന്നവർക്കറിയാം, ഞങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒരു 10, 35, 40 പിള്ളേരുണ്ട്. അവന്മാർ ഈ ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഞാൻ ഫാമിലി ആയിട്ട് താമസിക്കുന്നത് കൊണ്ടുമാണ്. എന്നാലും അവന്മാർ ഇവിടെ വരാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ദിവസങ്ങളിലെല്ലാം പറ്റുമ്പോഴൊക്കെ അവന്മാർ വരാറുണ്ട്. മനസ്സിലായോ? ഇതാണ് ഇപ്പോഴും പറയാം നിങ്ങളോട്. ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയത് തന്നെ ഒരു കോൺട്രവേഴ്സിയിലാണ്. ഞാൻ ഇപ്പോഴും ഇതെടുത്ത് നോക്കുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് ഈ സ്ട്രീമിംഗ് ചാനൽ 2 ചാനൽസ് തുടങ്ങിയത് കോൺട്രവേഴ്സിയിലാണ്. 2 ചാനൽസും. ബ്രോ മച്ചനെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും കുറ്റം പറയണില്ല. വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു സ്ട്രീമിംഗ് കരിയർ ഉണ്ടാവട്ടെ 2 ഗ്യാങ്സിനും. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, കൂടുള്ള ഇപ്പം 2 ഗ്യാങ്ങിലും ഈ 2 ഗ്യാങ്ങിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് തള്ളക്കി വിളിക്കുന്ന തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഞാൻ കാണുന്നുമുണ്ട്. അതൊക്കെ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ.
കൂടെ വരുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ വായി കൊടുത്ത് തുടങ്ങിയാൽ ഈ കാണുന്ന ഒരാളുടെ അടുത്തൊന്നും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. ഇതൊക്കെ വെറുതെ ചുമ്മാ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കിനുള്ള കുറച്ച് നാളത്തേക്ക് ഈ സാധനം ഞാൻ ഇന്നലെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് അവിടെ എൻ്റെ കാര്യം പറയാൻ വരുന്ന ആൾക്കാർ നിന്നേനെ. ഇത് ചിലപ്പോൾ നാളെയും കൂടെ വരും. ഇതിപ്പോൾ നാളെയും കൂടെ വരും. ചിലപ്പോൾ കൂടിപ്പോൾ ഒരാഴ്ചയോടെ കിട്ടും ബ്രോ. അതിൻ്റെ അപ്പുറത്തേക്കില്ല. പ്ലീസ്, ഇതല്ല കരിയർ ബിൽഡിങ്. ഇതല്ല കരിയർ ബിൽഡിങ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും. ഞാൻ തെറിയൊന്നും വിളിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം മാന്യമായിട്ട് പറയുകയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇപ്പം പറയാമായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നില്ല. ഞാനെല്ലാം വിടുക. എനിക്ക് പറയാം. എനിക്ക് ഈ ഇവന്മാർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്ക് അടിച്ചു പോയി. സത്യം പറഞ്ഞാൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ കാര്യം ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവരെ ഒരുമാതിരി യൂസ് ചെയ്തു. ഗൈസ്, ഞാൻ ലിറ്ററലി എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്ന്. ഇങ്ങനൊരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി അവരുടെ പൈസ ഇല്ലാത്തപ്പോൾ പൈസ ചോദിച്ചിട്ട് പോലും ഈ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്തില്ല. അവന്മാരുടെ റിയൽ ലൈഫിൽ വേറെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അവരുടെ പൈസയ്ക്ക് അവരെയും കൂട്ടിയാണ് ഇവിടെ വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ഇടിക്കാനൊക്കെ ആൾ വരുവാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എൻ്റെ ചേട്ടന്മാർ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. നമ്മളെല്ലാവരും അവിടെ ചെന്നപ്പോഴാണ് ഈ പാവങ്ങളെ കാണുന്നത്. ഇവന്മാർ നേരെ ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒന്നും ദേഷ്യപ്പെടാൻ പോലും പറ്റിയില്ല സത്യം പറഞ്ഞ്. ആൻഡ് വൺസ് അഗെയിൻ ഗൈസ്, ഇതൊരു ഡിസ്കഷൻ ടോപ്പിക് ആവുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പ്ലീസ്, ഇത് ഇൻസ്റ്റഗ്രാമിലിട്ട് ഇങ്ങനെ വെറുതെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അധികമാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നമുക്കിവിടെ വിടാം. അപ്പോൾ കോൺട്രവേഴ്സി കാണാൻ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആ പയ്യന്മാരെ ദൈവം ഇത് അവന്മാരെ വെറുതെ വിട്ടേരെ. ഞാൻ ഇപ്പം തോന്നുന്നുണ്ടായിരിക്കും നീ തന്നെ തെറി വിളിച്ച് നീ തന്നെ ഇത് പറയണം എന്നുള്ളൊരു കാര്യമല്ല ബ്രോ. ഇതിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് 100%. ബട്ട് ഇനി അവർക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റാതെ അവർ നോക്കിക്കോളും. ഓക്കെ, ലീവ് ദ ടോപ്പിക്. കഴിഞ്ഞു. ബാക്കി ഞാൻ ഇനി ഒരു കാര്യം പറ്റേ, ഞാൻ ഇവനെയൊക്കെ ബ്ലോക്ക് ചെയ്യട്ടെ. എന്ത് ആവശ്യത്തിനാണ് ഇവന്മാരെയൊക്കെ ഇതാക്കിയിട്ടേക്കുന്നത്? ശല്യം കോൾസൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകണം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ. എനിക്ക് ഇതൊന്നും വയ്യ. ഇനി ഞാൻ ഇത് ബ്ലോക്ക് ചെയ്യുവാണേ. ഈ പ്രൊഫൈൽസൊക്കെ എനിക്ക് കോൾ വിളിക്കുന്ന പ്രൊഫൈലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുവാണേ.